ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബത്ലഹേം കുടുംബ യൂണിറ്റ് 4-ാം ദിനം കൊണ്ട് 75 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇന്നും ഭീകര തിരക്കാണ്. പ്രീ സെയിലിലൂടെ മാത്രം സിനിമ 4,30,00,000 രൂപയോളമാണ് ഈ ഒരു തിങ്കളാഴ്ചയും വന്നിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ പ്രീ സെയിലിലൂടെ തന്നെ വിറ്റുപോയ സിനിമ റെക്കോർഡിന് മുകളിൽ റെക്കോർഡിട്ട് പറക്കുകയാണ്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് തിരുവോണത്തിന് മുമ്പ് തന്നെ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറും. വരുന്ന ആഴ്ചയോടെ സിനിമ 200 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ അതും റെക്കോർഡ് തന്നെയാണ്. 7 കോടിക്ക് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. 7,47,00,000 രൂപ എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇന്നലത്തെ മാത്രം ഡേ 3യിലെ മാത്രം ഇന്ത്യ കളക്ഷൻ നമുക്ക് നോക്കാം. 10,48,00,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7,47,00,000 രൂപ നേടാൻ കഴിഞ്ഞപ്പോൾ കർണാടകത്തിൽ നിന്ന് 1,38,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന് 59,00,000 രൂപ നേടിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,04,00,000 രൂപയും നേടാൻ കഴിഞ്ഞു. ഇത് റെക്കോർഡാണ്. എടുത്തു പറയാനുള്ളത്, ബത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ 3-ാം ദിനം 7 കോടിക്ക് മുകളിൽ നേടുമ്പോൾ തിങ്കളാഴ്ച ദിനത്തിൽ അതും പുതിയ ചരിത്രം തീർക്കുകയാണ്. വേറെ ഒന്നുമല്ല, എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡിന് തൊട്ട് താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. എമ്പുരാൻ ഏത് റേഞ്ചിലുള്ള സിനിമയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ബത്ലഹേമിൻ്റെ ക്വാളിറ്റി അത് വേറെ ലെവലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 ദിനങ്ങൾ കൊണ്ട് 39,42,00,000 രൂപ നേടിയ ചിത്രം 3-ാം ദിവസം കൊണ്ട് 66 കോടിയോളം രൂപ നേടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരു പക്ഷേ 70 കോടിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിന് മുകളിലേക്കുള്ള കളക്ഷൻ ഇന്നൊരു 15 കോടിയെങ്കിലും കിട്ടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. അത്രത്തോളം റെക്കോർഡ് വേഗത്തിലാണ് സിനിമയുടെ കളക്ഷൻ ഉദിക്കുന്നത്. നമുക്ക് USA നിന്ന് മാത്രം $450,000 നേടി. ഓസ്ട്രേലിയയിൽ നിന്ന് 303,000 ഓസ്ട്രേലിയൻ ഡോളറും ന്യൂസിലാൻഡിൽ നിന്ന് 64,000 ന്യൂസിലാൻഡ് ഡോളറുമാണ് സിനിമയ്ക്ക് ഓപ്പണിംഗ് ഡേയിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഓസ്ട്രേലിയ റെക്കോർഡ് തൂക്കുമ്പോൾ 6th ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആണ് ഓസ്ട്രേലിയയിൽ വന്നേക്കുന്നത്. 3 ദിവസം കൊണ്ട് 300,000 ആണ് എത്തിയിരിക്കുന്നത്. $300,000 സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും USA കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടാൻ കഴിയുന്നു. USA, UK, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് നല്ല ഒരു റെക്കോർഡ് തീർക്കാൻ കഴിയുന്നു. നമുക്ക് ജർമ്മനിയിലെ കണക്കുകൾ വരുന്നു. അവിടെയും 100Kക്ക് മുകളിലേക്ക് എത്തുന്നു. അവിടെയും ഒരുപാട് തിയേറ്ററുകളിലേക്ക് സിനിമ ചാർട്ട് ചെയ്യുന്നു. കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയ്ക്ക് വരുന്നത്. 3-ാം ദിനത്തിലെ അഡ്വാൻസ് കളക്ഷൻ കൊണ്ടും മാത്രം സിനിമ 50 കോടിയിലേക്ക് മോർണിംഗിൽ തന്നെ എത്തിയിരുന്നു, അല്ലെങ്കിൽ 2-ാം ദിനം കൊണ്ട് തന്നെ എത്തിയിരുന്നു. എന്തായാലും ഇന്ന് സിനിമയുടെ കളക്ഷൻ എങ്ങനെ, മൺഡേ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും വരും. അത് റാങ്കോടെ പാസ്സായി എന്ന് മോർണിംഗിൽ തന്നെ പറഞ്ഞേക്കൂ. പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ടാണ് നിവിൻ പോളി നിൽക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് നിവിൻ പോളിയുടെ സിനിമകൾ ഒന്നും തന്നെ വിജയിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന 2 ചിത്രങ്ങൾ മതി 200 കോടിയും അല്ലെങ്കിൽ 150 കോടിക്കും മുകളിലേക്ക് എത്തുകയും പിന്നെ ഇത് അടുത്തത് 200 കോടിക്ക് മുകളിലേക്ക് എത്താനുമുള്ള സാധനം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മണിക്കൂറിൽ അപ്പോൾ നിവിൻ പോളി ചിത്രം ഈ ആഴ്ച എത്ര കോടി നേടുമെന്നുള്ളതൊന്ന് കമൻസിലൂടെ പറയാം. 100 കോടി നേടുന്ന ദിവസം ഇന്നത്തെ കളക്ഷൻ തന്നെയാണ് എത്ര വരുമെന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം.